ഇവിടെ തന്നെ. വെയിറ്റ് ചെയ്യട്ടോ, വാ. ഇവിടെ കിടക്കാണോ? വീട്ടിലേക്ക് വരികയായിരുന്നു ഞങ്ങള്. പാലത്തിന്റെ ചോട്ടി കിടന്ന് ദുഃഖഗാനം പാടിയിട്ടൊന്നും കാര്യം നടക്കില്ല. സതീശ, അതങ്ങൾ കൊടുക്ക്. ദാ അമ്മ ചോദിക്കണ 20 പവനുണ്ട്. ഇതെന്റെ ഫ്രണ്ട് രമേശ്, ഇവന്റെ ഭാര്യയുടെ സ്വർണ്ണ. തൽക്കാലം ഇതിട്ടിട്ട് ഇറങ്ങട്ടെ ആരതി കല്യാണത്തിന്. സതീശ, സാരമില്ല, അമ്മയെ ബോധ്യപ്പെടുത്തല്ലേ വേണ്ടൂ. പിന്നെ എന്റെ കൂടെയല്ലേ, എങ്ങനെയെങ്കിലും മാനേജ് ചെയ്ത് തിരിച്ചു കൊടുത്തോളാം ഞാൻ രമേശന്. അമ്മയെ പറ്റിച്ചിട്ടാണെങ്കിലും ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ മുമ്പിൽ വല്ലാണ്ട് മ്ലേച്ഛനായി പോകും ഞാൻ. സ്വർണം കിട്ടിയെന്നുള്ളതല്ല സന്തോഷം, സതീഷിന് ചെറിയ ചൂട് അത്രയ്ക്ക് സ്നേഹമെന്ന് പറഞ്ഞപ്പോഴാ. അമ്മയെ പേടിച്ചിട്ടാ, അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ ഒരു പ്രാവശ്യം കൂടി ചെറിയച്ചും കൊണ്ട് ഒളിച്ചോടി പോവാനും മൂപ്പർ റെഡിയാ. ചെറിയച്ചി ചെന്നാലുടനെ ആ തള്ളെങ്ങാനും ഇത് വാങ്ങി അൽമാരിക്കകത്ത് വെച്ച് പൂട്ടിയുണ്ടല്ലോ, എന്നെ സതീഷിന്റെ കാര്യം പോക്കാ. കൊണ്ട് സൂക്ഷിച്ചു വെച്ചോളൂ. സ്വർണം കിട്ടി, ഇനിയിപ്പോ സന്ധ്യയ്ക്കും 25,000 ഉറപ്പിക. മുറ്റത്തി ഒന്ന് മാനത്തോക്കി കിടന്ന നോട്ടുമഴ പെയ്ക്കും ഈശ്വരന്മാര്. അല്ല, അങ്ങനെ ആശ നോക്കാലോ. സ്വർണം ചെക്കൻ തന്നെ തന്നൂല്ലേ? ഇവിടെ തള്ളക്ക് കൊടുക്ക്, കല്യാണം മുടങ്ങണ്ട. 30 ഉണ്ട്, 25,000 കൊടുക്കണ്ടു. ബാക്കി കയ്യിൽ വയ്ക്ക്, ആവശ്യമുണ്ടാവും. ഓഹരിയൊന്നുമല്ല, ആധാരം വെച്ച് അവറാച്ചോടെ എന്നെ വാങ്ങി. സന്തോഷത്തോടെ തന്നെയാ തരണത്. ഇപ്പൊ എന്റെ അനിയനെ കുറിച്ച് എനിക്ക് അഭിമാനമല്ലോ. ഒരായുസിന്റെ പുണ്യം മുഴുവനും അനീപ്പ ചെയ്യണത്. ആരോട് ചോദിച്ചിട്ടാണ് കല്യാണം നടത്തുന്നത്? ഉറുപ്പിയും 20 പവനും. ഭരതമാഷ മോളെ കല്യാണമാകുമ്പോ ആർഭാടത്തിന് ഒട്ടും കുറവ് വരാൻ പാടില്ലല്ലോ, അല്ലേ? എവിടുന്ന് കട്ടുകൊണ്ടെന്നു എന്റെ മറ്റവൻ ഇത്രയും പണം പോണം? എന്താ എല്ലാവരും പണിയൊക്കെ നിർത്തി? ദാ കണ്ടില്ലേ, ആ ആങ്ങളച്ചക്കം വന്ന് കാട്ടിയതാ. അകത്തും നിന്ന് ബഹളം ഉണ്ടാക്കിട്ടത്. ഗോപി വന്ന് താവാന്ന് കരുതി ഇരുന്നതാ. എന്താ എന്താ ഉണ്ടായത്? അവൻ വന്ന് പണ്ടൊക്കെ എടുത്തോണ്ടേ ഗോപി. എന്താ ചെയ്യണ്ടെന്ന് അറിയണ്ടേ എനിക്ക്? പോലീസിൽ അറിയിച്ചല്ലോ ഗോപി. ആ തള്ളയുടെ കാശ് കൊടുത്തപ്പോ ഒക്കെ മങ്ങി പോന്ന് കരുതിയതാ. ഇനി ആ സതീഷിനോട് ഞാൻ എന്താ പറയണ്ടേ ഈശ്വര? എങ്ങോട്ടാ പോയിട്ടുണ്ടാവാ? അറിയില്ല. ആ രഘു വരണുണ്ട് ഈ വഴിക്ക്.
ഏത് ഭരതമാഴ്ച പോകാൻ ഇവിടെ ഉണ്ടായിരുന്നു ഇത്ര നേരം. കടവിലിക്കാൻ തോന്നുന്നു. നേരെ പോണ കണ്ടു. ആളുണ്ട്. അത് വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. അത് കൊണ്ടുപോകരുത്. നിങ്ങളുടെ പെങ്ങളുടെ ജീവിതം അത്. ഒരു കുടുംബത്തിന് മുഴുവൻ കണ്ണീരുണ്ട് അതില്. അത് ഞാൻ പറയുന്നത് കേക്ക്. പ്ലീസ് അത് കൊണ്ടുപോകരുത്.
അതൊക്കെ കിട്ടി. ഒരു വളം ഒഴിച്ച് അത് സാരമില്ല. തൽക്കാലം ഇച്ചൊരു വളം എടുക്കാം. എന്താ എന്തുണ്ടായേ? കൊണ്ടുപോയി മുത്തശ്ശി കൊടുക്ക്. മുത്തശ്ശൻ ചെറിയച്ചാക്ക് വിഷമിച്ചിരിക്കല്ലേ. പറയേ, എന്നോട് പറയേ, എന്തുണ്ടായേ? എന്തുണ്ടായേ? കൊന്നു, ഞാൻ കൊന്നു. കൊല്ലേണ്ടി വന്നു എനിക്ക്. ഇല്ല, ആരും കണ്ടിട്ടില്ല. പാടത്ത് ചെളിയിൽ വെച്ച വരുമ്പത്തൂടെ പൂത വരണ്ടായിരുന്നു. വലിച്ചുകൊണ്ടുപോയി പാർവതിക്കാവിന്റെ പിന്നിലുള്ള പൊട്ടക്കിട്ടിട്ടു. ആരും കണ്ടില്ല, ആരും അറിയാനും പോണില്ല. നാളെ കല്യാണം നടക്കണം. അത് കഴിയണവരെങ്കിൽ ആരും ഒന്നും അറിയാൻ പാടില്ല. എങ്ങനെ കിട്ടിയെന്ന് മുത്തശ്ശൻ ചെറിയച്ഛൻ ചോദിച്ച എന്തെങ്കിലും നുണ പറഞ്ഞേക്കണം. പെണ്ണ എവിടെ പോയി കിടക്കുക? മുത്തശ്ശി ചെല്ലേ, കരയാണ്ട് ചെല്ലേ. കരഞ്ഞ് മറ്റുള്ളവരെ അറിയിച്ച് ചെറിയച്ഛന്റെ കല്യാണം നടക്കാതെ വരരുത്. ചെല്ലേ, ഞാൻ വന്നോളാം. വാ. നീ എവിടെയായിരുന്നു കുറെ നേരമായിട്ട്? ഇവിടേക്ക് തന്നെ ഉണ്ടായിരുന്നല്ലോ. നിനക്കെന്താ ഒരു ഉത്സാഹക്കുറവ് പോലെ? ഏയ്, ഞാനിതൊന്ന് കഴിയണവരെ ഒരു ടെൻഷൻ. ഇനി എന്ത് ടെൻഷൻ? ഒക്കെ റെഡിയല്ലേ? ചെക്കൻ ഇപ്പൊ എത്തും. അധികാരിയെ വിളിക്കാൻ കാറ് പോണം. ടൈലർ ടാക്സി വിളിച്ചിട്ട് അതുവരെ പോവാ. ഞാൻ പ്രത്യേകം വിളിച്ചിട്ടാ മൂപ്പര് വരണം. കാറ് കൊണ്ടില്ലാണ്ട് മൂപ്പര് വരില്ല. ഇങ്ങോട്ട് കാറ് കയറില്ലല്ലോ. ഒരു പല്ലക്കാരിക്ക് സൗകര്യം. 4 ആളെയും കൂട്ടാം, ചുമന്നിട്ട് വരാം. പാലത്തിന്റെ ഇപ്പം വരെ കാറ് വരുമല്ലോ. പിന്നീട് നടന്നോളൂ അധികാരി. വരിക. അമ്മ വന്നില്ലേ? വരുന്നുണ്ട്. അല്ലടോ അയൽക്കാരാ, നാഗസ്വരം വായിക്കാൻ ആരെയാ വിളിച്ചിരിക്കണേ? അപ്പു ചെട്ടിയാരായിരുന്നു ഈ വായിക്കുന്നത്. കാണാൻ തന്നെ ഒരു കലയായിരുന്നു. കാശിത്തിരി അധികം കൊടുക്കണം. കച്ചേരിയല്ല, കല്യാണമാണ് ഇവിടെ നടക്കുന്നത്. അത് ഞാൻ അറിഞ്ഞില്ല. ഓ, ഇയാളെ ടാക്സി വിളിക്കാൻ പോയില്ലേ? സദ്യ ഗംഭീരാക്കണേ. വേഷായി. ദേഹത്തിന് കൃഷ്ണൻകുട്ടിയോ? ഇയാള് സാമ്പാർ വെച്ച നാക്കില് വെക്കാൻ പറ്റുമോ? ആ തിരുവില്ലാമല ശങ്കരംഭ്രാന്തിരി ആയിരുന്നെങ്കിൽ കാശിത്തിരി ജാസ്തിയാവുന്നുള്ളൂ. സദ്യ പൊടി പിടിക്കും. ഇന്നാള് രാഘവൻ നായരുടെ ചെക്കന്റെ കല്യാണത്തിന് ഇമ്രാന്തിരിയുടെ സദ്യവട്ടം ഇപ്പോഴൊന്നും ആവുന്നു പോയിട്ടില്ല. ഇയാള് ടാക്സി വിളിക്കാൻ പോയില്ലേ? അപ്പോഴേ ഒന്നിട്ട് വന്നേ. ഇനി ചെക്കൻ ചിലപ്പോ വരുണ്ടാവില്ല എന്ന് വെക്കാ. അല്ല, അങ്ങനെ സംഭവിക്കായില്ലല്ലോ. പകരത്തിന് വേറൊരാളെ കണ്ടു വെച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞോളൂ. അതെ അച്ഛനാരെ അറിഞ്ഞോ? നമ്മുടെ പാർവതിക്കാവിന്റെ പിന്നാപ്പുറത്തുള്ള പൊട്ടക്കിണറ്റിലെ ഒരു ശവം കിടക്കണം സാർ. അവിടെ നിറയെ കൂടിയിട്ടുണ്ട്. ആരാപ്പത് പാർവതിക്കാവിലെ പൊട്ടക്കിണറ്റിൽ ചാടി ചത്തത്? ചാടി ചത്തതോ അതോ കൊന്നിട്ട് കൊണ്ടിട്ടതോ ആർക്കറിയാം. ഒക്കെ ഭംഗിയായിട്ട് നടക്കും. ഒന്നുണ്ടാവില്ല. അതറിയരുത്. ചെറിയ ചുരുങ്ങുന്നുണ്ടെന്ന് പോയി നോക്ക്. അവര് വന്ന് എത്രയും പെട്ടെന്ന് ചടങ്ങ് തീർക്കണം. ആരും ഒന്നും അറിയണ്ട. നീ ഇവിടെ നിൽക്കുക. ഭാരതി അന്വേഷിക്കണ്ടായിരുന്നു തന്നെ. അഞ്ജലി, മുല്ലപ്പൂ എവിടെ വെച്ചിരിക്കുന്നത്? അതും കൂടെ എടുത്തോളൂ. മുല്ലപ്പൂ അത് വാങ്ങിപ്പിക്കാൻ പറഞ്ഞിരുന്നല്ലോ എന്നോട്. മറന്നോ? മറന്നിട്ടില്ല. ഈ പെണ്ണിന് എന്താ പറ്റിയത്? വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്.
സംഗതി ഞാനും ഭരതനുമായിട്ട് ചില്ലറ പിണക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു ആപത്ത് നേരത്ത് അച്യുതനാരനെ വേണം സഹായത്തിന്. ഇവിടെ ഇപ്പൊ ആപത്തല്ലല്ലോ, ആഘോഷമല്ലേ. രണ്ടും ഒന്നെ. കാശിന് ചെലവില്ലാത്ത കാര്യമാണെങ്കിൽ അച്യുതനാരുണ്ടാവും മുമ്പില്. വരൂ 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 വരൂ. ആ നടക്കൂ നടക്കൂ. എല്ലാം അങ്ങോട്ട് 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 അങ്ങോട്ട്. ആ അങ്ങോട്ട് പൊക്കോളൂ, അങ്ങോട്ട് പൊക്കോളൂ, ഇരുത്തോളൂ. അതെ, കൊട്ടക്കണറ്റിൽ കണ്ട ശവം വേറെ ആരുടെ അല്ല, ഭരതമാഷിന്റെ മോന്റെ രഘുവിന്റെ. പോലീസ് നായൊക്കെ എത്തിയിട്ടുണ്ട് അവിടെ. കൊലപാതകമാണോ കേക്കണേ? അതാപ്പ കഥ. ആപത്തെന്ന് ഞാൻ പറഞ്ഞപ്പോ എന്തായി വരേ? എന്റെ നാക്കിൽ ഗുളികനാ. ആരോ തല്ലുകൊന്ന് കിണറ്റിലിട്ടതാവുന്ന പറയണത്. ആവും വഴക്കും വക്കാനും ഒഴിഞ്ഞ നേരണ്ടോ? അപ്പോഴേ അറിയാം അവന്റെ ആയുസിന് നീളമില്ലാന്ന്. അല്ല അച്ഛനാരെ, ഈ മരിച്ചത് ആരാ? ഈ കുട്ടികളുടെ ആങ്ങള മരിച്ചു എന്ന് കേൾക്കുമ്പോ എങ്ങനെ പെങ്ങളുടെ കല്യാണം നടത്തുക? നേരാണല്ലോ, ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് പോയില്ല. ഇനിയിപ്പോ എന്താ വേണ്ടത് മഹേശ്വരമേ? കല്യാണം നിർത്തുക, അതിനല്ലേ വേണ്ടത്? കല്യാണം മാറ്റി വെച്ചിരിക്കണു. കല്യാണം മാറ്റിയെന്ന് പറഞ്ഞാൽ എങ്ങനെ? അത് പറ്റില്ല. ഇയാളല്ലാതെ തീരുമാനിക്കേണ്ടത്. ഇവിടെ കാരണന്മാരുണ്ട്. ഇത്രയും നാള് കാരണന്മാരെ കണ്ടില്ലല്ലോ. കല്യാണം നടക്കണം. മുത്തശ്ശി പെണ്ണിനെ ഇറക്കാൻ പറയും. ധിക്കാരം പറയാ ഇയാള്. അയൽക്കാരന് കല്യാണം കൂടാനുള്ള അവകാശമുണ്ട്, സദ്യ ഉണ്ടാകാനുള്ള അവകാശമുണ്ട്. അതിനപ്പുറമുള്ള കാര്യങ്ങൾ ബാക്കിയുള്ളവർ നടത്തിക്കോളും. അയൽക്കാരനായിട്ടല്ല ഗോപി ഇവിടെ. അവൻ പറയണതാ ശരി. കല്യാണം മുടക്കാൻ വയ്യ. എന്താ മഹേശ്വരമേ നിങ്ങൾക്കുല്ലേ ബോധം? ഒന്നുമില്ലെങ്കിൽ ഒരേ ചോരയല്ലേ? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണോ? അങ്ങനെയാന്ന് പേരേ ഉണ്ടായിരുന്നുള്ളൂ. കൊല്ലാൻ കണക്കിരുന്നില്ലേ വിറ്റുള്ളവൻ. ഒരു കണക്കിന് ഉപദ്രവം തീർന്നു എന്ന് കരുതേനെ. അങ്ങനെയാണ് തീരുമാനമെങ്കിൽ എനിക്ക് അതിൽ എതിർപ്പുണ്ട്. നാട്ടുമര്യാദ എന്നൊന്നില്ലേ? ഇങ്ങനെ കല്യാണത്തിന് കൂടാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. വരാ വരെ. അമ്മാമേ ഒന്നും ഇങ്ങോട്ട് വരൂ. എന്താ പറയൂ. വരൂ. പ്രായത്തിന്റെ ബഹുമാനമൊക്കെ തരണുണ്ട്. വേണ്ട വേണ്ടെന്ന് പലതവണ കരുതണു. ഇത്രത്തോളായ സ്ഥിതിക്ക് ഇനി വേണം. എന്താ? ഇതുകൊണ്ട് മതിയാവൂല്ലെങ്കിൽ ഇനി എന്റെ കൈ പൊങ്ങും. മേലെങ്കിലും നോക്കില്ല. കല്യാണം നടക്കണം, മനസ്സിലായോ? ഗോപി വന്നേ. ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഗോപി പറഞ്ഞ അതിന്റെ ശരി. ഞാനിതെന്റെ ആദ്യം ആലോചിക്കാഞ്ഞതെന്ന് ആലോചിക്കണേ. ഇതൊരു പെൺകുട്ടിയുടെ ഭാവിയുടെ കാര്യല്ലേ? അതും ഈ ഗോപിയും അഞ്ജലിമോളൊക്കെ കഷ്ടപ്പെട്ട് ഇത്രയും എത്തിച്ചിട്ട് കല്യാണം നിർത്തണ്ട, നടക്കട്ടെ. മരിച്ചവര് മരിച്ചു. വേണമെങ്കിൽ അതിന്റെ പേരിൽ ഈ ചടങ്ങ് കഴിഞ്ഞ് 1 മിനിറ്റ് എണീറ്റ് നിന്ന് മൗന പ്രാർത്ഥന നടത്താം നമുക്ക്. എന്നാലും വഹിക്കണ്ട, കുട്ടി ഇറക്കിക്കോളൂ. അതായത് വായിച്ചോളൂ. ഒന്ന് വേഗം ഇങ്ങോട്ട് വരൂ, മുഹൂർത്തം തെറ്റും. ആ വിളക്കും തരൂ, വിളക്കും ഇങ്ങോട്ട് തരൂ. ആ വളരെ ആലോചിച്ച് കയറിക്കോളൂ. ആ രാധാകൃഷ്ണൻ ഇപ്പഴാ വരണം? അവിടെ പോലീസും ബഹളവാ. പാർവതിക്കാവുന്ന നായ നേരെ കടവിലേക്ക് പോയിട്ടുണ്ട്. ഒന്ന് ഒതുങ്ങിക്കോളൂ. ഒന്ന് 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 അഞ്ജലി, അഞ്ജലി, വയ്യ, ഇത് വയ്യ എനിക്ക്.
Ha ha ha!